തുറന്ന് പറയുന്നതിൽ ഒരു വിഷമം തോന്നരുത് കേട്ടോ. സാധാരണഗതിയിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ആ ഒരു സൈസ്, അതേപോലെ തന്നെ അതിന്റെ ആ ഒരു ടച്ചിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പരമാവധി അവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് ഇതിന്റെ ടച്ച് ഡിസ്പ്ലേ ഒക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ ആ ഒരു ബസ്ലെസ് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. സെഡ് സീരീസിൽ വരുന്ന ന്യൂ എഞ്ചിനാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. പെർഫോമൻസിന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ റീല് പോയ സമയത്ത് ഒരുപാട് കമന്റ് അതിന് വന്നിട്ടുണ്ടായിരുന്നു. ബോഡി ക്വാളിറ്റിയുടെ കാര്യത്തിൽ വൻ ഷോകാണ് മാരുതി, നല്ലോണം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അങ്ങനെയല്ല കേട്ടാ. നമസ്കാരം, ബിജിത്താണ് ഫ്രം കാസർഗോഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വ്യൂസിനും സ്വാഗതം. സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് കാണാൻ വന്നതാണ് കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ എഞ്ചിൻ സൈഡിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്, മൈലേജ് കൂട്ടിയിട്ടുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാനുണ്ട്, അതിന്റെ ഓൺ റോഡ് പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാനുണ്ട്, പിന്നെ ഡൗൺ പേയ്മെന്റ് എത്രയാണെന്നുള്ളത് അറിയണം, EMI എത്ര അടക്കണം എന്നുള്ളത് അറിയണം. എന്തായാലും നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധനം അജാതി ലുക്കും അതുപോലത്തെ പെർഫോമൻസും ആണ് കേട്ടോ. ഓക്കെ, ഇനി സിലിണ്ടർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും പെർഫോമൻസിലൊന്നും വേറെ മാറ്റമോ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അടിപൊളിയാണ്. അതേപോലെ ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും പുലിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നല്ലേ. ഓക്കെ, കമാ. അപ്പൊ ഇതാണ് ഇന്നത്തെ ന്യൂജൻ സ്വിഫ്റ്റ്. ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് വരുന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഇതിലൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഹെഡ് ലാമ്പിലൊന്നും വരുത്താനൊന്നുമില്ല. അതിലൊരു ക്രോമിന്റെ എലമെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലൊക്കെ ഫുള്ളി ബ്ലാക്ക് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. ഇത് VXI മോഡലാണ്. നമ്മൾ വീഡിയോയിലൊന്നും കണ്ട പോലെ അല്ല കേട്ടോ. വണ്ടി നേരിട്ട് കാണുന്ന സമയത്ത് അജാതി ലുക്കാണ്. ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ വന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് കേട്ടോ ഇപ്പൊ ഈ വന്നിട്ടുള്ള ഒരു മോഡലിന്റെ. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തൊട്ട് പുറകിലത്തെ ജനറേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്തൊരു മാറ്റമാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു, ബോഡി ക്വാളിറ്റി വളരെ ഷോകാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ഒരു മിനി കൂപ്പറിന്റെ ഒക്കെ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. കുറെ വീഡിയോസിലൊക്കെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ ശരി തന്നെയാണ്. വണ്ടി നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ലുക്ക് ശരിക്കും മനസ്സിലായത്. അതുപോലെ തന്നെ നേരത്തെ ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നത് മുകളിലാണ്, ഇപ്പൊ അത് താഴോട്ട് മാറിയിട്ടുണ്ട്. 37 ലിറ്റർ ആണ് കേട്ടോ ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ബാക്ക് ടൈലാം യൂണിറ്റേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അട്ടപടലം മാറിയിട്ടുണ്ട് കേട്ടോ. മാരക ഡിസൈൻ ആണ് അതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു സ്വിഫ്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് മാത്രമേ ബാക്കിൽ കാണാനുള്ളൂ. പിന്നെ ഒരു മാരുതിന്റെ ലോഗോ, ഡീഫോഗർ ലൈൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ആന്റിനിയും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാളെ റോഡ് ഭരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാധനമാണ് കേട്ടത്. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോ. അത്രയധികം സാധനം റോഡിലുണ്ടാവും. അത്ര ലുക്ക് ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടാകുമ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. VXI വേരിയന്റിൽ ബാക്ക് ക്യാമറ വൈപ്പർ ഒന്നും വരുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ബമ്പറിൽ 4 സെൻസറിന്റെ സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. 14 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നുള്ളത്. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ന്യൂ പീസ് ആയതുകൊണ്ട് ഞാൻ അതിൽ ഫിറ്റ് ചെയ്യാത്തതാണ്. സൈഡിൽ നിന്നുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എന്തായാലും അതിമനോഹരമായിട്ട് തന്നെ മാരുതി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ആ ഒരു റെഡ് കളറും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാട്ടെ. ഇതാണ് അതിന്റെ ആ ഒരു റെഡ് കളർ വരുന്നത്. ഡുവൽ ടോൺ ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് ഗ്ലോസി ബ്ലാക്കിലാണ് ഗ്രില്ലിന്റെ ഫിനിഷ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഔട്ട്സൈഡ് മോഡിഫിക്കേഷൻ ഒക്കെ ഒരുപാട് കുറയും കേട്ടോ. ഹെഡ്ലാം യൂണിറ്റ് ഒക്കെ ഫുള്ളി മോഡിഫൈഡ് ആണ്. അതേപോലെ തന്നെ ബാക്ക് ടൈൽ ലാമ്പ് ഒക്കെ വളരെ മോഡിഫൈഡ് ആയ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈനാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയധികം ലുക്കിലാണ് സാധനം വന്നിട്ടുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 163 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 3860 ആണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. വീൽ ബേസിന്റെ കാര്യത്തിലും ഒട്ടും ഒരു കുറവ് വരുത്തിയിട്ടില്ല. 2450 ആണ് വീൽ ബേസ് വരുന്നുള്ളത്. ഇനി ഒരു വാഹനത്തിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 7,29,500 രൂപയാണ് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. VXI മാനുവലിന്റെ റേറ്റ് ആണ്. അതേപോലെ തന്നെ 94,000 രൂപ റോഡ് ടാക്സും ഏകദേശം ഒരു 31,000 രൂപയോളം ഇൻഷുറൻസും വരും കേട്ടോ. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചില ഷോറൂമിലൊക്കെ ഉണ്ടാവും. ഇൻഷുറൻസിന്റെ ഒക്കെ കമ്പനി മാറുമ്പോൾ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി എത്ര റേറ്റിൽ നമുക്ക് ഈ ഒരു വണ്ടി റോട്ടിൽ ഇറക്കാൻ വേണ്ടി പറ്റും? വെറും 80,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി റോട്ടിൽ ഇറക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് അതിന്റെ EMI കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം. ഇതിന്റെ തൊട്ട് മുകളിൽ VXI ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയന്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. മിററിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്റീരിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ ഡോർ പാഡിൽ നമുക്ക് ഫുൾ ഡോർ, പവർ വിൻഡോന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ് കാണുന്നത്. നല്ലൊരു ഹാൻഡ് റെസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ്. ഇനി ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ
കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾ കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ കാണാനുണ്ട്. അതിലൊരു എയർ ബാഗ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ മാരുതിന്റെ ആ ഒരു ഡാഷ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബെലനോ അതേപോലെ തന്നെ ഫോൺസ് ഇതൊക്കെ ആയിട്ട് ചെറിയൊരു ടച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് കാണിക്കുക ക്ലസ്റ്റർ ഒക്കെ. ഇതാണ് ഇതിന്റെ സ്പീഡോമീറ്റർ ക്ലസ്റ്റർ വരുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് പഴയതാണ് ഇഷ്ടം കേട്ടോ. അതിന്റെ തൊട്ട് പുറകിലത്തെ ആ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്ററാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇത് നല്ല സ്റ്റൈലിഷ് ആണ്. അതേപോലെ ഇതാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. 7 ഇഞ്ചാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കേട്ടോ. ഓട്ടോ AC കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. VXI ഓപ്ഷനിലേക്ക് മാറുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നോർമൽ ചാവി തന്നെയാണ് ഉപയോഗിക്കുന്നുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 7 ഇഞ്ചാണ് വരുന്നത്. ബസ്ലെസ് ആവാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു ചെറിയൊരു ഇഷ്ടക്കുറവ് അതിനോട് തോന്നിയിട്ടുണ്ട്. പിന്നെ ടച്ച് ഡിസ്പ്ലേ ഒക്കെ കുറച്ചൊരു സ്ലോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ട് ആവും. അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് ക്യാമറ വരുന്നില്ല, സെൻസർ മാത്രമേ VXIയിൽ വരുന്നുള്ളൂ. 4 സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഞാനൊരു കോപ്പിറൈറ്റിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് മ്യൂസിക് പ്ലേ ചെയ്യാത്തത് കേട്ടോ. പിന്നെ റെസ്പോണ്ടിങ് വളരെ ഒരു ഷോക്കാണ്. ഇപ്പൊ ഒരു സ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രം തോന്നിയാണോ എന്നറിയില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഞാൻ മറ്റുള്ള ബ്രാൻഡും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തത് കൊണ്ട് മാത്രം ഞാനത് പറഞ്ഞോന്നേ ഉള്ളൂ കേട്ടോ. നോർമൽ യൂസേജിനൊക്കെ ഇത് ധാരാളമാണ്. അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്റർ ഒക്കെ നല്ല ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ഡിസൈൻ ആണെങ്കിലും അതിലൊന്നും വേറെ തെറ്റൊന്നും പറയാനൊന്നുമില്ല. നല്ല ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇതാണ് ആ ഒരു ഓട്ടോ ACന്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ. ഏകദേശം നമ്മൾ ബലോനൊക്കെ കണ്ടുവന്ന സെയിം തന്നെയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പെയറിന്റെ അവൈലബിലിറ്റി ഒക്കെ വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജർ കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല കേട്ടോ. അതേപോലെ AGS വരുന്നുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കലും കൂടി ഗിയർ ബോക്സ് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ പിന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രൈസിംഗിൽ കോമ്പാക്ട് SUVകളൊക്കെ വരുന്നത് കൊണ്ട് ആ ഒരു റേഞ്ച് ആയതുകൊണ്ട് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്വിഫ്റ്റിനോടുള്ള ഒരു ആരാധനയില്ല ആളുകൾ വേറൊന്നും ചിന്തിക്കൂല. അതേപോലെ ബലേനയും ഇതും കമ്പയർ ചെയ്യുന്ന സമയത്തും കുറച്ചൊരു ടാസ്ക് ആണ് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. 80,000 രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കാണുകയാണെങ്കിൽ, ഫസ്റ്റത്തെ ഇനീഷ്യൽ പേയ്മെന്റ് നിങ്ങൾ 80,000 രൂപ കാണുകയാണെങ്കിൽ, നിങ്ങളൊരു IT റിട്ടേൺ ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സാലറിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 വർഷം വരെ ലോൺ കിട്ടും. അത് 7 വർഷത്തേക്ക് ലോൺ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് റേറ്റിംഗിലാണെങ്കിൽ 12,874 രൂപയോളം നമുക്ക് ഇതിന് EMI വരും. ഓക്കെ, ഇനി 5 വർഷത്തേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 16,477 രൂപ വരെ നമുക്ക് ഇതിന്റെ EMI വരും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഡിപ്പെൻഡ് കസ്റ്റമറെ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ അവരെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, സാലറിയുടെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് കേട്ടോ. നോർമൽ നമുക്ക് ഈ ഒരു പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 80,000 രൂപ വരെ നമുക്ക് ഇത് റോട്ടിൽ ഇറക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ കേസിൽ 1 lakh വരെയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ നോർമൽ ട്രാക്ക് ഒക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ 1 lakh വരെ ഡൗൺ പേയ്മെന്റ് കണ്ടതായിട്ട് മതിയാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു മോഡലിൽ ഓട്ടോമാറ്റിക്കും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഈ ഓട്ടോമാറ്റിക് മോഡൽ ആണെങ്കിൽ 729 മാനുവൽ വരുന്ന വണ്ടിക്ക് 779,500 ഓട്ടോമാറ്റിക്കിന് വരിക കേട്ടോ. വെഹിക്കിൾ പ്രൈസ് ആണ്. അതിന്റെ കൂടെ അതിന്റെ റോഡ് ടാക്സും ഇൻഷുറൻസും കൂടി കാണേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ ഒരു വണ്ടി കാണുന്നതിന് മുമ്പായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പെർഫോമൻസും അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഒക്കെ എനിക്കും ചെറിയൊരു ഉള്ളിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വണ്ടി നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി കേട്ടോ. വണ്ടി നേരിട്ട് വന്നിട്ട് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കുക. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ റിയർ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. റിയർ AC വെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റും കാണാനില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ടത്തെ സ്പേസും കൂടി ഒന്ന് നോക്കാം. ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, നല്ല പ്രസ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. 265 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പാസൽ ഡ്രൈ കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ ഇതിന്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുവന്നിട്ടുള്ള അതേ സെയിം സംഭവം തന്നെയാണ്. അതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസൈനൊക്കെ അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലി കാറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മൈനർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്കിപ്പോ 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സൗണ്ട് നോയ്സും അതേപോലെ തന്നെ ചെറിയൊരു വൈബ്രേഷനും ഉണ്ട് കേട്ടോ. അത് അത്രയധികം വണ്ടിയിൽ കളിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ആ ചേസും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതാണ് ആ ഒരു സെറ്റ് സീരീസിൽ വരുന്ന ആ ഒരു എഞ്ചിൻ. ബോണറ്റ് ഒക്കെ നല്ല വെയിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രോൺസിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 1.2 ലിറ്റർ ആണ് കേട്ടോ ഇതിന്റെ എഞ്ചിൻ വരുന്നത്. 3 സിലിണ്ടർ ആണ്.
അതേപോലെ തന്നെ 111 NM ടോർക്കിൽ 80 BHP ആണ് കേട്ടോ ഇതിന്റെ പവർ എടുക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മൈലേജും കൂടി വരുന്നുണ്ട്. 24 കിലോമീറ്റർ മാനുവലിനും 25 കിലോമീറ്റർ AGS-നും മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട് കേട്ടോ. എങ്ങനെയായാലും 20-ന് മീത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ന്യൂ സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ ഡ്രൈവ് വീഡിയോ കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പേജ് ഇന്ന് മുതൽ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാഞ്ഞങ്ങാട് കാസർഗോഡ് നോക്കുന്ന ടീമിന്റെ നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാട്ടോ. ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ടെസ്റ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ രീതിയിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഓടിച്ചു നോക്കിയ സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങളും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 സിലിണ്ടർ ഒന്നും ഒരു പുതുമയായിട്ട് കാണുകയൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് വാഹനങ്ങളിൽ 3 സിലിണ്ടർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് വണ്ടികളിലും 3 സിലിണ്ടർ ഒക്കെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നുള്ളത്. അങ്ങനെയുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അതൊന്നും നോക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് ലാഗ് ആക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.